വെറൈറ്റിക്ക് വേണ്ടിട്ട് ഒരു ചലഞ്ച് ആക്കാൻ വിചാരിച്ചു. ചലഞ്ച് എന്തെന്ന് വെച്ചാൽ ഒരു 30 ദിറംസിന് ഡേ ടു ഡേ എന്തൊക്കെ കിട്ടുന്നുള്ളേ. ഇവിടെ പോയപ്പോ ഞാൻ അസത്യം മനസ്സിലാക്കുന്നത് ഡ്രസ്സുകൾ ഫുള്ള് ബംഗാളി ഡ്രസ്സുകളാ. സൊക്കെ മിന്നി തെളുങ്ങുണ്ടേനി, അതായത് കുറെ മുത്തുകളൊക്കെ ഉണ്ടേനിയില്. ആ ചലഞ്ചിന്റെ പൂതിയാടിട്ടിട്ട് ഞങ്ങൾ നേരെ അബായ എടുക്കാൻ പോയി. എനിക്ക് ഇങ്ങനത്തെ ഒരു അബായ സെറ്റ് ആക്കി എടുക്കണോന്നുണ്ടായി. എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. സിമ്പിൾ ആയിരിക്കണം, എലഗന്റ് ആയിരിക്കണം, പ്രൈസ് കമ്മി ആയിരിക്കണം. 2 പടത്തെടുക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. ഡേ ടു ഡേ നമ്മൾ നേരെ വിട്ട് ഷാർജ സൂക്കുക. അവിടെ അബായന്റെ ഒരു ലോകം തന്നെ ഉണ്ട്. നമ്മൾ കാണിച്ചു കൊടുത്ത പോലെ അബായ ഒന്ന് സെറ്റ് ആക്കി തരാൻ പറഞ്ഞു. പക്ഷെ ഇത് കഴിയും ആണ്ട് ഞാൻ വേണ്ടാലും കുറെ ഷോപ്പിൽ നമ്മൾ കയറി നെരുങ്ങിക്കണം. ഞാനൊരു ഷോപ്പ് കയറുമ്പോ അവിടുത്തെ മൂപ്പരാക്ക് എന്നോട് പറയാണ്, എങ്ങോട്ട് കയറണ്ട, അവിടെ 52 സൈസിലൊന്നും പർദ്ദല്ലാന്ന്. ടൈമിലേക്ക് ഞാൻ അവിടെ സ്റ്റെക്കായി പോയി. ആദ്യമൊക്കെ കളിയാക്കൽ കേട്ടിട്ടാണ് ഞാൻ അവിടുന്ന് മുന്നോട്ടേക്ക് നടന്നത്. അയാൾ എന്തോ പറഞ്ഞു വിചാരിച്ച് സ്വന്തം കെട്ടിയവനല്ലേ കളിയാക്കാൻ പറ്റും. ബോഡി ഷേമ് ചെയ്യുന്നവർക്കൊക്കെ എതിരായിട്ട് കേസ് കൊടുക്കണം. ഇവർക്ക് എന്തോ അറിയോ, ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെ ഉപകാരമുണ്ട്. എന്റെ പോലത്തെ കട്ടന്റെ ചോട്ട് പോയി കട്ടന്റെ അടി അടിച്ചു വരുന്നത് ഞാനാ. ടാങ്കിൽ കയറിയിട്ട് ടാങ്ക് വൃത്തിയാക്കണോ ഞാനാ. ഇനിയിപ്പൊ തട്ടന്റെ മോന്ന് എന്തോ എടുക്കാണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് അതും എടുക്കുന്നത് ഞാനാ. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചോ കുറച്ച്